രഞ്ജിമ, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാള വാർത്താ മാധ്യമങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ചാനലിലൂടെയൊക്കെ. അപ്പം നാട്ടില് ഉള്ളവർക്കൊക്കെ ഭയങ്കര ഭീതിയാണ്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഒരു തോന്നലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രഞ്ജിമയ്ക്ക് വീട്ടിൽ നിന്ന് കോളൊക്കെ വരുന്നുണ്ടോ? അമ്മയൊക്കെ ടെൻഷനിലാണോ? ഇവിടെ ആയിരിക്കുമ്പോൾ ഇതെല്ലാം നേരിട്ട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് രഞ്ജിമയ്ക്ക് എന്താണ് പ്രവാസി മലയാളികളോടും അവരുടെ കുടുംബങ്ങളോടും പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാണ്, കാരണം ഞാൻ ഓരോ ന്യൂസുകൾ നാട്ടിൽ നിന്ന് എനിക്ക് അയച്ചു തരുമ്പം എനിക്ക് അത്ഭുതം തോന്നുവാണ്. ഞാൻ എല്ലാ ദിവസവും സാധാരണ രീതിയിൽ ഷോപ്പിൽ പോകുന്ന പോലെ പോകുന്നുണ്ട്, മാർജിൻ ഫ്രീ ഷോപ്പിൽ പോകുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെയെങ്ങും നമുക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത്, ഇവിടുത്തെ ഭരണകൂടം നമുക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്, അനാവശ്യമായിട്ടുള്ള വാർത്തകളുടെ പുറകെ പോകരുത്, UAE ഗവൺമെൻറ് തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത്. നമുക്ക് അങ്ങനെ വലിയ ഭീതി വരുത്തുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാൻ കഴിയില്ലേ. എനിക്ക് മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം വാർത്തകളിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എന്താണ് സത്യം എന്ന് പോലും അറിയാത്ത തരത്തിൽ AI കൊണ്ടുള്ള വാർത്തകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ ഭീതിപ്പെടുത്തുകയാണ്. അപ്പം പ്രവാസികളുടെ ഫാമിലികളെല്ലാം നാടുകളിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടുള്ള വീഡിയോസുകൾ ഇടുന്നു. അപ്പം അവരെ കൂടുതൽ പേടിപ്പെടുത്തുന്ന വീഡിയോസുകൾ ഇവിടെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്നു. ഇവിടെ അങ്ങനെയാണ്, 10 പേര് മരിച്ചു, 20 പേര് മരിച്ചു, അവിടെ ബോംബിട്ട്, ഇവിടെ ബോംബിട്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ കാണുന്നത് പോലുമില്ല. അവിടെ ഇവിടെ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നു എന്നുള്ളതല്ലാണ്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഞാൻ സാധാരണ രീതിയിൽ തന്നെ വണ്ടി എടുത്തു, ഷോപ്പിൽ പോകുന്നു, ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നു, തിരിച്ച് ഷോപ്പിലേക്ക് പോകുന്നു. ഇതിനിടയിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാണില്ല. നിങ്ങളെല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് UAE ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. ഇവിടെ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. വി ആർ ഹാപ്പി. നമ്മളെല്ലാവരും സേഫാണ്. ഈ അനാവശ്യമായിട്ടുള്ള വാർത്തകളുടെ പുറകെ പോകരുത്. നിങ്ങൾ വെറുതെ ഡെസ്പ് ആവുകയോ അല്ലെങ്കിൽ ഡിപ്രഷൻ ആവുകയോ ചെയ്യുന്നത് ഇതിലൂടെയാണ്. എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാം സാധാരണ രീതിയിൽ പോകുന്നുണ്ട്. വി ആർ സോ ഹാപ്പി.